CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരായുള്ള മത്സരത്തിന്റെ ബ്ലാസ്റ്റേഴ്സിൽ ഒരു പോസിബിൾ ലൈനപ്പ് ആണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരം. ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മത്സരം കൂടിയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് ഈസ്റ്റ് ബംഗാളാണ്. ഏതായാലും നാളെ രാത്രി 7:30 കൂടി നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരം കാണാൻ എല്ലാ ആരാധകരും കാത്തിരിക്കുകയാണ്. കാരണം നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും മാച്ചിന്റെ സ്റ്റാറ്റസുകൾ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയും പ്രാവശ്യമായിട്ടും അവർ 7 തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 3 മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. അതേസമയം ഒരു മത്സരത്തിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെ ഈസ്റ്റ് ബംഗാൾ എഫ്സി പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ബ്ലാസ്റ്റേഴ്സ് ഒരു തവണ ഈസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെട്ടിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ 3 തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് പരാജയപ്പെട്ടിട്ടുള്ളത്. ഇനി സമനിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരു ടീമുകളും 3 പ്രാവശ്യമാണ് സമനില പിടിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ അവരുടെ ഗോളുകളുടെ റിസൾട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കെതിരെ 7 മത്സരത്തിൽ നിന്നും 6 ഗോളുകളാണ് ഈസ്റ്റ് ബംഗാൾ എഫ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ കളിച്ചപ്പോൾ 9 ഗോളുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ISLന്റെ ആദ്യപാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും ഈസ്റ്റ് ബംഗാൾ എഫ്സിയും നേരിട്ടിട്ടുണ്ടായിരുന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി 1-നെതിരെ 2 ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനി നമുക്ക് നാളെ നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെയും ഈസ്റ്റ് ബംഗാൾ എഫ്സിയുടെയും മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് ഒന്ന് കടക്കാം. ഗോൾ പോസ്റ്റിൽ സാധാരണ പോലെ തന്നെ കരൺജിത് സിംഗ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കാനുണ്ടാവുക. ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ സന്ദീപ് സിംഗ്, ഹോർമിപ്പാം റീവ, മാർക്കോ ലെസ്കോവിച്ച്, നവോച്ച സിംഗ് എന്നിവരാണ് അണിനിരക്കാൻ സാധ്യതയുള്ളത്. റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗും കളിക്കുമ്പോൾ സെന്റർ ബാക്കുകളായിക്കൊണ്ട് ഹോർമിപ്പാം റീവയും മാർക്കോ ലെസ്കോവിച്ചും കളിക്കാനാണ് സാധ്യത. ഹോർമിപ്പാമിന്റെ സ്ഥലത്ത് ശരിക്കും മിലോസ് ദ്രിൻസിച്ച് ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ താരത്തിന് കഴിഞ്ഞ മത്സരത്തിൽ യെല്ലോ കാർഡ് കിട്ടിയതിനെ തുടർന്ന് ഈ ഒരു മത്സരം സസ്പെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ ഹോർമിപ്പാമിനെയാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. ഈ മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് ഐമൻ, ജീക്സൺ സിംഗ്, വിപിൻ മോഹനൻ, ഡൈസുകെ സക്കായി എന്നിവരാണ് കളിക്കാൻ സാധ്യതയുള്ളത്. റൈറ്റ് വിങ്ങിൽ ഡൈസുകെ സക്കായി കളിക്കുമ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ മുഹമ്മദ് ഐമനും കൂടാതെ തന്നെ സെന്റർ മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് ജീക്സൺ സിംഗും വിപിൻ മോഹനനും കളിക്കാനാണ് സാധ്യതയുള്ളത്. സാധാരണ ബ്ലാസ്റ്റേഴ്സിന്റെ സബ്ബായി മിഡ്ഫീൽഡിൽ ഇറങ്ങാറുള്ളത് ഡാനിഷ് ഫാറൂഖ് ആയിരുന്നു. ഏതായാലും താരം അടുത്ത മത്സരത്തിൽ അഥവാ നാളത്തെ മത്സരത്തിൽ കളിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. താരത്തിനും കഴിഞ്ഞ മത്സരത്തിൽ യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിനും അടുത്ത മത്സരം സസ്പെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനപ്പാണ് നമ്മൾ മധ്യനിരയിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ലിത്വാനിയൻ നായകനായ ഫെഡോ സെറിച്ചും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രോസ് ഡയമൻഡക്കോസിന്റെയും ഒരു കോംബോ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഹോം അഡ്വാൻറ്റേജ് കൂടി ഉള്ളത് കൊണ്ട് ഏത് വിധേനയും വിജയിക്കാൻ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക. കൂടാതെ നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പും കൂടാതെ തന്നെ അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്കോറും ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യുവാൻ ശ്രമിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.